ഭീഷണി പ്രസംഗവുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്ന് പി വി അൻവറിന്റെ പുതിയ ഭീഷണി. ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അൻവറിന്റെ പുതിയ പരാമർശം. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് നുസൈബ ഭർത്താവ് സുധീറിന് ഏരിയ സെക്രട്ടറിയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. കുടുംബം അടക്കി പണി തീർത്ത് കളയും. ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയാം. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDF പ്രവർത്തകരെയും എൻ്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാണ്. നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം. അതിനൊരു തർക്കമില്ല. ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ. മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. ഭീഷണി ഏത് സാഹചര്യത്തിലാണ് വന്നെന്നറിയാൻ മലപ്പുറത്തുനിന്ന് ബിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ, പി വി അൻവർ അടിച്ച് തലമണ്ട പൊട്ടിക്കുമെന്നോ തലയടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു. എന്താണാവോ ഈ പൊട്ടിക്കലിൻ്റെ ഭീഷണി? SKN അവിശ്വാസ പ്രമേയത്തിലൂടെ ചുങ്കത്തറയുടെ പഞ്ചായത്ത് ഭരണം UDF നേടിയതിനു ശേഷം ഇന്നലെ വൈകിട്ട് നടന്ന പൊതുയോഗത്തിലാണ് പി വി അൻവർ ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായും പറയുന്നത്, ഇന്നലെ നുസൈബ സുധീർ CPM അംഗമാണ്. അവർ കൂറുമാറി UDF വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ നുസൈബയുടെ ഭർത്താവ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവിനെ CPM ഏരിയ സെക്രട്ടറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഭീഷണിക്കെതിരെ പോലീസിൽ പോകും. ഒപ്പം തന്നെയും UDF പ്രവർത്തകർക്ക് നേരെയും വരികയാണെങ്കിൽ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്നും ഇത് CPM നേതാക്കൾക്കുള്ള സൂചനയാണ്, ഇത്തരത്തിൽ മദ്യം കൊടുത്തു വിടുകയാണെങ്കിൽ അത് CPM നേതാക്കൾക്കുള്ള സൂചനയാണ് എന്നും പറയുന്നു. നേർക്കുനേരാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ശീലം, ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതും പി വി അൻവർ പറയുന്നുണ്ട്. അപ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് ഭരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു വാക്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും CPM ഭാഗത്തു നിന്നും തിരിച്ച് UDF ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ UDF ഭാഗമാകുന്നു തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ UDF കൂടുതൽ തൃണമൂൽ കോൺഗ്രസുമായി നിലമ്പൂർ മണ്ഡലത്തിൽ അടുക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്നലെ UDF സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് പി വി അൻവർ പങ്കെടുക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുകയും ചെയ്തിട്ടുള്ളത്. SK. താങ്ക് യു ബിപിൻ സി വിജയൻ.